ഹലോ. അപ്പോൾ കുറേ കാലമായി കണ്ടിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ, കുറേ ഓണത്തിൻ്റെ തിരക്കിലോ അങ്ങനെ കുറച്ച് തിരക്ക് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വിന്നറിനെ നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ നമ്മളെ ഗാർഡനിൽ നല്ലപോലെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്ത് ഇപ്പോൾ സെറ്റാക്കി വെച്ചേക്കാണ്. ഓണം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയേക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുള്ള് എന്താ പറയുക, ഫുള്ള് അസോളയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ആകെയൊക്കെ വന്നിട്ട് ഫുള്ള് നാശമായിട്ടിരിക്കുന്നു. എല്ലാം ക്ലീൻ ചെയ്തു സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഖില കണ്ടില്ലേ, അഖില നല്ല ഹൈറ്റിൽ ഫ്ലവറൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമരയിൽ നിന്ന് NPK കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറേ പേർക്ക് ഡൗട്ടുണ്ട്, താമരയ്ക്ക് എങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ജൂലിയറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോട്ടസാണ്. അപ്പോൾ അതിൽ കല്ല് നിറച്ച് ബഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പുതിയ വെറൈറ്റിയാണ് ജൂലിയറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത് ലേഡി ബിംഗ്ലി എന്ന് പറയുന്ന ഒരു ബൗൾ ലോട്ടസാണ്. അപ്പം അങ്ങനെ ഇതേ നമ്മൾ അഫെക്ഷൻ 60 ഉണ്ടല്ലോ, എത്ര ഫ്ലവേഴ്സാന്ന് നോക്കിയേ, നിറച്ച് ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് റെഡാണ് അഫെക്ഷൻ 60 എന്ന് പറയുന്ന ലോട്ടസ്. നിറച്ചും ബഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒറ്റ സ്റ്റാൻഡിങ് ലീഫൊന്നും വന്നിട്ടില്ല, പക്ഷേ നിറച്ചും ഫ്ലവറും ബഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണിയിൽ ഇപ്പോൾ 3-4 ബഡ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈറ്റ് പിയോണി. അപ്പോൾ നമുക്കിത് വിരിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. അപ്പം നല്ല കടൽ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രിയ എന്ന് പറയുന്ന ഒരു ലോട്ടസാണ് കേട്ടോ. അപ്പോൾ പ്രിയയിൽ ഇതേ 3 ബഡിൻ്റെ ന്യൂ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ന്യൂ വെറൈറ്റീസാണ്. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ വാട്ടർ ലില്ലി ഉണ്ട്, നിമിത്മൈ എന്ന് പറയുന്നൊരു വാട്ടർ ലില്ലി ഉണ്ട്. രത്സാമിച്ചൻ അങ്ങനെ എന്തോ ആണ് പറയുന്നൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ. അത് രത്സമിച്ചെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് വാട്ടർ ലില്ലിയാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പുതിയതായിട്ട് ഈ സൈഡിലേക്കാണ് കേട്ടോ ഇപ്പോൾ താമരയ്ക്ക് നട്ടേക്കുന്നത്. ഇവിടെ പിന്നെ അതെ പനീർ റോസിൻ്റെ ലീഫൊക്കെ നോക്കി നല്ല സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ ഫ്ലവർ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു സ്റ്റാൻഡിങ് ലീഫ് പോലെ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. പിന്നെ ഇവിടെ ശ്വേതയുണ്ട്. ശ്വേത ന്യൂ വെറൈറ്റിയാണ്. അപ്പം അതും ഫ്ലവർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ കുറച്ച് ഒക്ടോപ്പസ് അങ്ങനെയുള്ള കുറച്ച് ലോട്ടസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിനി മുന്നിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഞാനിതേ കുറച്ച് നമ്മൾ അവിടുന്ന് റണ്ണേഴ്സ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഗ്രീൻ ആപ്പിൾ അതുപോലെ തന്നെ കുറച്ച് ലോട്ടസിൻ്റെ. പിന്നെ ഇതൊരു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് താമര ആമ്പിലൊക്കെ പോലെ വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷനിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വെറൈറ്റി കേട്ടോ അത്. പിന്നെ ഇവിടെ താഴെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇതെനിക്ക് ഐഡിയ അറിയില്ല, എനിക്കിത് കണ്ടിട്ട് ലക്ഷ്മി ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷ്മി എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് കണ്ടിട്ട് ലക്ഷ്മി പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പിങ്ക് ക്ലൗഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിങ്ക് ക്ലൗഡിലൊക്കെ നിറച്ച് ബഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇത് പർപ്പിളാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പർപ്പിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് ഗാലക്സി എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്, പക്ഷേ എനിക്ക് വിരിഞ്ഞ സമയത്ത് ഇതാണ് ഫ്ലവർ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കിത് ജപ്പോണിക്ക ഉണ്ട് കേട്ടോ. ജപ്പോണിക്ക ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിത് വളം എങ്ങനെയാണ് താമരയ്ക്ക് വളം വെച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ NPK ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. NPK 19 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ NPK ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഞാൻ ഡാപ്പും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഡാപ്പില്ലാത്തവർ NPK മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നമ്മൾ അതിനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് മടക്കി ചുരുട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ഇത് താമരയിലേക്ക് വെച്ച് കൊടുക്കാം. താമരയിലേക്ക് നമുക്ക് സാധാ ചെടിക്ക് വെക്കുന്ന പോലെയല്ല വെക്കേണ്ടത്. നമ്മൾ താമരയിലേക്ക് വെക്കുമ്പോൾ താമരയ്ക്ക് എപ്പോഴും നമ്മൾ സെൻറ്ററിലാണ് വെച്ച് കൊടുക്കേണ്ടത്. കാരണം അതിൻ്റെ വേര് നമുക്ക് സൈഡിലൂടെ ഓടുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം സെൻറ്ററിൽ വേരൊന്നും തട്ടാത്ത രീതിയിൽ ആണ് നമ്മളിത് മണ്ണിലേക്ക് ഈ ഒരു പൊതി നമ്മൾ അങ്ങോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ആഴത്തിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനെപ്പോഴും
മന്ത്ലി ട്വൈസാണ് ചെയ്യാറുള്ളത്. മന്ത്ലി 2 പ്രാവശ്യം വളം വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോഴാണ് നല്ല പ്ലാന്റിന് നല്ല ഗ്രോത്ത്, അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് നല്ല സൈസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വളം വെച്ച് കൊടുക്കുന്നത്. ആമ്പലിനാണെങ്കിൽ നമ്മൾ സൈഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നുണ്ടാവുക വളം. അപ്പോൾ നമുക്ക് എല്ലാത്തിലും വളം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ നമുക്ക് വളം വെച്ച് കൊടുക്കാം. നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. നമ്മൾ വളം വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒരു മുരടിച്ച പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലാന്റ് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വളം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മെയിൻ കാര്യത്തിലേക്ക് വരാം. വിന്നറിനെ അനൗൺസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാവരും പേരൊക്കെ ഇതിലേക്ക് ഇത് മടക്കി വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആരാന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മളെ വിന്നർ എന്ന് പറയുന്നത് ശ്രുതിമോളാണ് കേട്ടോ. അപ്പോൾ ശ്രുതിമോൾ എന്ന് പറയുന്ന ആളാണ് വിന്നറായിട്ടുള്ളത്. അപ്പോൾ ആൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആൾക്ക് നമ്മളൊരു ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വിന്നർ എന്തായാലും നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതുപോലെ ഇനിയും ഗീവ് അവേ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.